സംബന്ധമൊക്കെ ചെയ്തിട്ട് ഇത് എഴുതിയത് ജയനന്ദനാണ്. ഈ പ്രസിദ്ധനായിട്ടുള്ള ഒരു റൈറ്ററാണ് ജയനന്ദൻ. അദ്ദേഹം എഴുതിയതാണ് ഈ സംബന്ധമൊക്കെ ചെയ്തിടെ. ഇതിലെ മെയിൻ ക്യാരക്ടറിൻ്റെ പേരാണ് പ്രീതി. അവൾ 8 വയസ്സ് വരെ അനാഥയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അനാഥാശ്രമത്തിലാണ് അവൾ 8 വയസ്സ് വരെയും താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അഡ്വക്കേറ്റ് നിഷികാന്ത് എന്ന് പറയുന്ന ഒരാൾ അവളെ ദത്തെടുക്കും. അവിടെ മറ്റൊരുപാട് പെൺകുട്ടികളുണ്ടായിരിക്കും, പക്ഷെ അതിൽ നിന്നും ഇവളെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രീതി അവളെ അനാഥ ആയതുകൊണ്ട് തന്നെ അവൾക്ക് റിലേഷൻഷിപ്സിനോടൊക്കെ ഭയങ്കര ഒരു ആഗ്രഹവും റിലേഷൻഷിപ്സൊക്കെ വേണം എന്നൊരു ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഈ അഡ്വക്കേറ്റ് നിഷികാന്ത് അവളെ ദത്തെടുക്കും. അദ്ദേഹം അച്ഛനെ പോലെയാണ്. അവളെ പഠിപ്പിക്കും, നന്നായിട്ട് നോക്കി വളർത്തും, MA വരെയൊക്കെ പഠിപ്പിക്കും. അങ്ങനെ പ്രീതിയുടെ മനസ്സിൽ അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു അച്ഛനോട് ഉള്ള പോലെ. ഒരു ദിവസം അയാൾ അവളോട് പറഞ്ഞു, അച്ഛൻ എന്ന പേരിൽ പാപ്പ എന്ന് വിളിക്കരുത്. കാരണം നിഷികാന്തിന് അവളെ മകളായിട്ടല്ല വൈഫാക്കാനായിരുന്നു ആഗ്രഹം. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ബാക്കി പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇവളെ മാത്രം ഇയാൾ ചൂസ് ചെയ്യുന്നത്. കാരണം ബാക്കി പെൺകുട്ടികളുടെ ഇടയിൽ ഇവളായിരുന്നു ഏറ്റവും സുന്ദരിയായിട്ടുള്ളത്. അപ്പോൾ ഇവളുടെ സൗന്ദര്യം കണ്ടിട്ടാണ് ഇയാൾ ഇവളെ ചൂസ് ചെയ്തത്. അതും ഇവളെ മകളായിട്ട് വളർത്താനല്ല, പകരം ഭാര്യയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പ്രീതിയാണെങ്കിൽ ജോലി ചെയ്യുന്നതിൻ്റെ കാര്യം നിഷികാന്തിൻ്റെ അടുത്ത് പറയുമ്പം അവനത് എതിർക്കും. എന്നിട്ട് പറയും, നമുക്കിപ്പം കല്യാണം കഴിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. എന്നിട്ട് നിഷികാന്ത് പ്രീതിനെ ഒരു വസ്തുവായിട്ട്, അയാൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു വസ്തുവായിട്ടല്ലേ കണ്ടത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രീതിയാണെങ്കിൽ ഭയങ്കരമായിട്ടും ഇങ്ങനെ അവളാകെ തളർന്നു. അച്ഛനെന്ന് ഇതുവരെയും കരുതിയിരുന്ന ഒരാളുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടാകുമ്പം അങ്ങനെ ഇത്രയും ദിവസം നോക്കി അയാളോട് നന്ദി പറഞ്ഞിട്ട് അവൾ ആ വീട് വിട്ടിട്ട് തൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോവും. അപ്പം ഭാഗ്യവശാൽ ഈ കൂട്ടുകാരിയുടെ ചാച്ച ജ്ഞാൻദേവ് ഒരു മന്ത്രിയായിരിക്കും, വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും, സ്റ്റേറ്റ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും. അപ്പോൾ അയാളുടെ ആ ചാച്ചയുടെ സഹായത്തോടെ പ്രീതിക്ക് കോളേജിൽ ഒരു ജോലി കിട്ടും. അങ്ങനെ അവളൊരു ഫ്ലാറ്റിൽ താമസിക്കാനും തുടങ്ങും. അവിടെ വച്ച് കിസ്സു എന്ന് പറയുന്ന ഒരു കുട്ടിയായിട്ട് അവൾ കണ്ടുമുട്ടും. അവനും 12 വയസ്സുള്ള ഒരു അനാഥനായിട്ടുള്ളൊരു ചെക്കനാണ്. പണിക്ക് സഹായിക്കാനൊക്കെ വരുമ്പം ഇവൾക്ക് കണ്ട് പാവം തോന്നിയിട്ട് ഒരു അനിയനെ പോലെ അവനെ ഇവൾ പഠിക്കാനൊക്കെ വിടുകയും ഇവളുടെ വീട്ടിൽ തന്നെയാണ് നോക്കുന്നത്. അങ്ങനെ ഈ ചാച്ചയാണ് ഇവളെ അപ്പോൾ ആ സമയത്ത് ജോലിക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ മന്ത്രി ജ്ഞാൻദേവ് അയാൾ സിറ്റിയിൽ വരുമ്പോഴെല്ലാം ഇവളെ പറ്റി തിരക്കും. അപ്പോൾ ഇവളുടെ മനസ്സിലൊരു വലിയൊരാൾ, അദ്ദേഹം എന്നെ പറ്റി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അങ്ങനെ നല്ലൊരു മനുഷ്യനാണ്, വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിളെന്നാണ് വിളിക്കുന്നത്. അത്രയും ക്ലോസ് ആയിട്ട്, മീൻസ് അവൾക്ക് അയാളോട് ഒരു റെസ്പെക്റ്റൊക്കെ ഉണ്ട്. ഇവളെ പറ്റി അന്വേഷിക്കുന്നതൊക്കെ കൊണ്ട് അങ്കിളെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അയാൾ സിറ്റിയിൽ വരുമ്പം ഇവളെ കാണാൻ വരെ ഇവർ സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ഒരു ദിവസം രാത്രി ജ്ഞാൻദേവ് കുടിച്ചിട്ട് ഇവളുടെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ഇവളുടെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ഇവളാണെങ്കിൽ അയാളെ നാണം കെടുത്തിയിട്ട് പുറത്ത് വിടും. അങ്ങനെ അയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പും, ആദ്യം അച്ഛനായിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ കഴിഞ്ഞു, ഇപ്പോൾ അങ്കിളായിട്ടുള്ള റിലേഷൻഷിപ്പും കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം പ്രീതി കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ വ്യോം എന്ന് പറയുന്ന ഒരു കുട്ടി ഭയങ്കര ശ്രദ്ധയോടെ ഇവളുടെ ക്ലാസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. മെല്ലെ അവനിവിടുത്തെ ഓരോ ഡൗട്ട് ചോദിച്ച് പ്രൊഫസർ മാഡം എന്ന് വിളിച്ചിട്ട് ഓരോ ഡൗട്ട്സ് ചോദിച്ചൊക്കെ വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇവനിങ്ങനെ ഡൗട്ട്സൊക്കെ ചോദിക്കുമ്പോൾ ഇവളുടെ മനസ്സിൽ വളരെ ശ്രദ്ധയുള്ള, പഠിക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടി എന്നൊരു ഇമേജാണ്. ഇവളപ്പോൾ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ അവനാണെങ്കിൽ ദീദി, ചേച്ചി എന്ന് വിളിക്കാൻ തുടങ്ങും. അപ്പോൾ അവൾക്കും വേറെ ബന്ധുക്കളോ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു സഹോദരൻ, ഒരു അനിയൻ എന്നൊരു ഫീലാണ് ചേച്ചി എന്ന് വിളിക്കുമ്പോൾ. അങ്ങനെ ഇവ വീട്ടിലൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ച് വരാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം വ്യോമ് പ്രീതീൻ്റെ അടുത്ത് പറയും, എനിക്ക് ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ പ്രീതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്തബ്ധയാവും. അവൾ
അവൾ വിചാരിക്കുന്ന ഒരു അനിയനെ പോലെയാണ്. അപ്പോൾ ഇവനിങ്ങനെ പറയുമ്പോൾ അവൾക്ക് നിനക്കെന്താ അസുഖമാണോ, എന്തെങ്കിലും വയ്യാത്തയാണോ, എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇപ്പോൾ കിസ്സു ആണെങ്കിൽ ഹൈസ്കൂളൊക്കെ പാസ്സായി. അവനാണെങ്കിൽ അവളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും, വളരെ നല്ല സ്വഭാവമൊക്കെയാണ്. വീട്ടിലെ കാര്യങ്ങൾ നോക്കും, സ്കൂളിലും നന്നായിട്ട് പഠിക്കും. അങ്ങനെ പ്രീതി അവനെ കോളേജിലേക്ക് അയക്കും. പ്രീതിയുടെ മനസ്സിൽ അടുത്ത് റിസർച്ച് ചെയ്യാനുള്ള ആഗ്രഹം വരും. ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആയിട്ടുള്ള അവിടുത്തെ HOD വിഭാഗ അധ്യക്ഷ ദിവ്യഭൂഷണാണ് അവളുടെ ഗൈഡായിട്ട്. അങ്ങനെ അയാളുടെ ആ ഒരു ശിക്ഷണത്തിൽ, അയാളുടെ ആ ഒരു ഇതിൽ അവൾ ഡോക്ടറേറ്റ് ചെയ്യുക, റിസർച്ച് ചെയ്യാൻ തുടങ്ങും, റിസർച്ച് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇവൾ ഡൗട്ട്സ് ചോദിക്കുകയും എല്ലാ കാര്യത്തിനും അയാൾ ഭയങ്കരമായിട്ട് മാർഗ്ഗദർശനം കൊടുക്കുകയും അവളെ ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവൾക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ മാറ്റി വയ്ക്കുന്നതുകൊണ്ട് മനസ്സിന് ഭയങ്കര ഒരു ശിഷ്യത്വവും ഒരു ഗുരുഭക്തിയും ആദരവും ഒക്കെ ഭയങ്കരമായിട്ടുണ്ടാവും. അങ്ങനെ പ്രീതി അവളെ സാറെന്ന് വിളിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഗുരുദേവ് എന്ന് വിളിക്കാൻ തുടങ്ങും. ഒരു ദിവസം ദിവ്യഭൂഷണാണെങ്കിൽ അവളുടെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ അവൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അയാളെ ഭയങ്കരമായിട്ട് അവളെ ഇൻസൾട്ട് ചെയ്യും. ഇയാൾക്ക് എന്താണെന്ന് ചോദിക്കുമ്പം ഇവൾ ഒരുമാതിരി തരം താഴ്ത്തും. അങ്ങനെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വീട്ടിൽ വരും. വീട്ടിൽ വരുന്ന വഴിക്ക് അവളുടെ കാലൊക്കെ മുറിയും. അങ്ങനെ വീട്ടിൽ വന്ന് ഭയങ്കര വിഷമിച്ച് ബെഡിലിങ്ങനെ കിടക്കും. അപ്പം അവൾക്ക് കിസ്സുവിനോടും ഭയങ്കര ഡൗട്ട് തോന്നും. ഇനി അവനും ഈ നിശികാന്തിനെയും ജ്ഞാൻദേവിനെയും വ്യോമിനെയും ദിവ്യഭൂഷണൊക്കെ കണക്കാണെന്ന്. അതുകൊണ്ട് അവനെ പരീക്ഷിച്ച് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ കിസ്സു അവളുടെ റൂമിൽ വരുമ്പോഴത്തേക്കിനും അവളുടെ ഒരു പ്ലേ ചെയ്യും, ഡ്രസ്സൊക്കെ മാറ്റുന്ന പോലെ. എന്നിട്ട് ഇത് കണ്ടിട്ട് കിസ്സു ഇങ്ങനെ ചോദിക്കും, എന്നെയും നിങ്ങളിങ്ങനെയാണോ മാഡം കരുതിയിരുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്നെ ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ നിങ്ങളെപ്പോഴും അമ്മേനെ പോലെയാണ് കണ്ടത്, പക്ഷേ നിങ്ങൾ ഇത്രയും നീചനായിട്ടാണല്ലോ എന്നെ മനസ്സിലാക്കിയത്. എനിക്ക് എന്നോട് തന്നെ കുറ്റം തോന്നുമെന്ന് പറയും. ഇത് കേൾക്കുമ്പം പ്രീതിക്ക് ഭയങ്കര സന്തോഷമാവും. അവളുടെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു നിസ്വാർത്ഥ സ്നേഹം കണ്ടുമുട്ടും. ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധവും ആദ്യമായിട്ട് അവൾക്ക് അനാഥത്വത്തിൽ നിന്ന് സനാഥത്വം, അത് ആരും ഇല്ലാണ്ടിരുന്ന ഒരു ഫീലിൽ നിന്നും ആരെങ്കിലും ഉണ്ട്, ഒരു ട്രൂ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മനസ്സിലാവും. ഈ സ്റ്റോറി അങ്ങനെയാണ് ഈ സ്റ്റോറി തീരുന്നത്. ഈ സ്റ്റോറിയിൽ അനാഥയായിട്ടുള്ള പ്രീതി, അതായത് ഒറ്റപ്പെടലിൽ നിന്നൊക്കെ മാറി ആരെങ്കിലും വേണം എന്ന് ആഗ്രഹിക്കാൻ വേണ്ടി പലതവണ അവൾ അതിന് വേണ്ടിയിട്ട് ഓരോ റിലേഷൻഷിപ്പിന് വേണ്ടി ട്രൈ ചെയ്യും. പക്ഷെ അതെല്ലാം അവൾ തോറ്റുപോകും. അച്ഛനായിട്ടും അങ്കിളായിട്ടും ഒരു സഹോദരനായിട്ടും ഗുരു ശിഷ്യനായിട്ടും ഒക്കെ ട്രൈ ചെയ്തിട്ട് അതിലെല്ലാം തോറ്റുപോകും. ലേഖക് ജയനന്ദൻ ഇവിടെയാണെങ്കിൽ പ്രീതിയിലൂടെ സമൂഹത്തിൽ നടക്കുന്ന അത്യാചാരങ്ങളെയാണ് എതിർത്തിരിക്കുന്നത്. ഇതാണ് ഈ സ്റ്റോറി.